നമസ്കാരം. വാസ്തുസ്ക്വയർ.com സ്വാഗതം. രാമായണം കഥ വായിക്കാത്ത ആൾക്കാർ ധാരാളമുണ്ട്. കഥ കേൾക്കാത്ത ആൾക്കാരും ധാരാളമുണ്ട്. അതിന് സൗകര്യമില്ലാഞ്ഞിട്ടൊന്നുമില്ല. വായനക്കാർക്ക് പറ്റിയ രീതിയിൽ രാമായണത്തിൻ്റെ കഥകളും അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വിജ്ഞാനികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തായിരുന്നാലും നാം ആ കഥ കേൾക്കണം, കാണണം. കാരണം നമ്മുടെ ജീവിതത്തിലുള്ള ചില നിമിഷങ്ങൾ നേരത്തെ തിരഞ്ഞെടുത്ത് കണ്ടുവച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രാമായണത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനി രാമായണ കഥ നിങ്ങൾ വായിക്കുമെന്ന് കരുതുന്നു. ഇരുന്നോട്ടെ, വായിക്കുന്ന കൂട്ടത്തിൽ ഒരു കഥ കൂടെ ഇരുന്നോട്ടെ. ഇന്ന് വളരെയേറെ നാം പ്രതീക്ഷിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന ബൃഹത്തായ ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഇനി മണിക്കൂറുകൾക്കകം ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് എല്ലാ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം, ആ ധന്യമുഹൂർത്തം കടന്നു പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങനെ ആ അയോധ്യ ക്ഷേത്രം നടപ്പിലാക്കുവാൻ വേണ്ടി എത്രയെത്ര കേസുകൾ, വഴക്കുകൾ എന്തൊക്കെ നമ്മൾ നടത്തി. എന്നിട്ടും ആ സ്ഥലത്ത് തന്നെ, അയോധ്യയിൽ തന്നെ ശ്രീരാമക്ഷേത്രം വളരെ ചുരുങ്ങിയ കാലയളവിൽ ഭംഗിയായി നമുക്ക് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും നമുക്കെല്ലാവർക്കും ആ ശ്രീരാമക്ഷേത്രം പോയി കാണണം. ആ രൂപം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളണം. അവിടെ ആ ക്ഷേത്രത്തിൽ എന്തൊക്കെ ഒരുക്കിയിട്ടുണ്ട്, എന്തൊക്കെ ശിലകൾ ഒരുക്കിയിട്ടുണ്ട്, എന്തൊക്കെ കഥകൾ അവിടെ പറയുന്നുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് കേൾക്കുവാൻ സമയമായി. ഉദ്ഘാടന ചടങ്ങ് കഴിയട്ടെ, എല്ലാം നന്നായി വരട്ടെ, എല്ലാവർക്കും അഭിമാനം കൊള്ളാവുന്ന ഒരു നിമിഷം വരട്ടെ. ലോകത്തെമ്പാടും ഈ അയോധ്യയിൽ ഈ രാമക്ഷേത്രം അറിയപ്പെടട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശ്രീരാമജയം.